എൻ്റെ ലിയോ DCC പ്രസിഡന്റുമാരെന്ന് പറഞ്ഞ് കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്. അവൻ്റെ പേരെന്താണെന്നറിയോ? പാലോട് രവി. അവനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ലിയോ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. അതുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ പിന്നെ KC വേണുഗോപാലിൻ്റെ ഒരു വേറൊരു നേതാവുണ്ട്. അയാളുടെ പേരാണ് നെയ്യാറ്റിങ്കര സനൽ. ചെയ്യുന്ന പണി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ലിയോനോട് ഇറങ്ങിപ്പോകാൻ പറയും. കൊല്ലത്തൊരുത്തൻ ഇരിപ്പുണ്ട്, 10-75 വയസ്സുള്ളൊരു വയോവൃദ്ധൻ. ഒരു പണി അയാളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കീറക്കടലാസുകളായിട്ടുള്ളവന്മാരാണ് DCC പ്രസിഡന്റുമാരായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ റൂത്ത്ലെസ് ആയിട്ട് ഇവനെ എല്ലാം എടുത്ത് ദൂരെ കളയണം. എടുത്ത് ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ദൂരെ എറിയണം. ആ ജില്ലകളിലെല്ലാം അണികളുമായി ബന്ധമുള്ള നേതാക്കന്മാരാരാണോ അവരെ കൊണ്ടുവന്ന് വയ്ക്കണം. ശരിക്കും ജയിപ്പിക്കാൻ പോകുന്നത് ഈ സ്റ്റേറ്റ് ലീഡർഷിപ്പല്ല, ജയിപ്പിക്കാൻ പോകുന്നത് ജില്ലാ ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് KPC പ്രസിഡന്റ് അവിടെ ഇരിക്കണം, വൈസ് പ്രസിഡന്റുമാർ വർക്കിംഗ് പ്രസിഡന്റുമാർ വരണം. ഒരാളെ വേണേൽ വിശ്വനാഥ് അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് 3 എന്നുള്ളത് നിങ്ങൾക്ക് 5 ആക്കി വർദ്ധിപ്പിച്ചൂടെ? അതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? ആരെങ്കിലും ചോദിക്കുമോ? നിങ്ങൾ നിയമം ഉണ്ടാക്കുന്നത്. എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റി കഴിവുള്ളവന്മാരെ കൊണ്ടുവന്നാൽ കോൺഗ്രസിന് ഇനിയും സാധ്യത. എന്നിട്ട് ആ കോൺഗ്രസ് എന്ത് ചെയ്യണം? വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ റോഡിലേക്ക് ഇറങ്ങണം, അടി കൊള്ളാൻ തയ്യാറാവണം. പോലീസിൻ്റെ ലാത്തിയടി തലയ്ക്ക് കൊണ്ട് തല പൊട്ടാൻ തയ്യാറാവണം.